ഈ വീടുകൾ നിർമ്മിക്കുമ്പോഴും ചില നിയമങ്ങളുണ്ട് ഓരോ പ്രദേശത്തും. ആ പ്രദേശത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിനനുസരിച്ച് ഓരോ ലോക്കൽ ഭരണകൂടവും നിയമങ്ങളുണ്ടാക്കും. അവിടുത്തെ വീടുകൾ എങ്ങനെയായിരിക്കണം. നിങ്ങളൊരു പുതിയ വീട് പണിയുമ്പോഴും ആ പാരമ്പര്യ തനിമയോടെ വേണം ആ ഗ്രാമത്തിൽ വീട് പണിയാൻ. നിങ്ങളുടെ കാശ് മുടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ കെട്ടിടം പണിയാൻ പറ്റില്ല. കോൺക്രീറ്റിൻ്റെ ചതുരപ്പെട്ടി പോലെ ഒന്ന്, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്ത ഒന്ന്, ഞാൻ എൻ്റെ പറമ്പിൽ എനിക്കിഷ്ടമുള്ള കാശ് കൊണ്ട് മുടക്കുന്നു എന്ന് പറഞ്ഞ് പണിയാൻ പറ്റില്ല. അവിടെയൊക്കെ കർശനമായ നിയമങ്ങളുണ്ട്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഗ്രാമങ്ങളും വീടുകളും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗം പോലെ, ഒരു സാംസ്കാരിക പ്രതീകം പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവിടെ ബോധമുള്ള ഭരണാധികാരികളും ബോധമുള്ള ആർക്കിടെക്റ്റുകളും കലാകാരന്മാരും കൂടെ ചേർന്ന് ആ ഗ്രാമത്തിന് അല്ലെങ്കിൽ ആ നാടിന് ഏത് തരം ശൈലിയിലുള്ള കെട്ടിടമാണ് വേണ്ടതെന്നും അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് ലാൻഡ്സ്കേപ്പ് ചെയ്യേണ്ടതെന്നും ഒരു നിയമം ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് മാത്രമേ അവിടെ വന്ന് താമസിക്കുന്നവർക്കൊക്കെ വീട് പണിയാൻ പറ്റുള്ളൂ.